ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയിലൻ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th പ്രിലിമിനറി ആയി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. നമ്മൾക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ടോപ്പിക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അല്ലേ. അപ്പോൾ ആ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ദേശീയ ചിഹ്നങ്ങൾ, പിന്നെ കുറച്ച് കമ്മീഷൻസ്, പിന്നെ മൗലിക അവകാശം. ഈ 3 ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരിക്കുക. നമുക്കറിയാം ജൂലൈ 18-ന് 2 ഫേസ് നടക്കും, ആഗസ്റ്റ് 1-ന് 2 ഫേസ് നടക്കും. പിന്നെ കുറച്ച് ദിവസം കൂടി മാത്രമാണ് ഉള്ളൂ അല്ലെ. അപ്പൊ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ 10 മാർക്കിൽ 8-9 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള കണ്ടന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറി ബേസ് ചെയ്തിട്ട് വളരെ ഡെപ്തിലല്ല, ബേസിക് കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊക്കെ ഒരു റിവിഷൻ പോലെ ഇത് കാണാവുന്നതാണ് അല്ലെ. അപ്പൊ സ്പീഡ് കൂട്ടിയിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമയും. നമ്മുടെ മൗലികാവകാശമാണ്. പിന്നെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, അങ്ങനെ ദേശീയത ഉൾപ്പെടുത്തിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ കമ്മീഷൻസ് ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെയുള്ള കമ്മീഷൻസ്, വനിതാ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ അല്ലെ, അങ്ങനെയുള്ളതും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൗലിക അവകാശങ്ങളാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന നേരത്തെ ഒരു രാഷ്ട്രം ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ പൗരനും ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് അതായത് നമുക്കുള്ള അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ അറിയപ്പെടും. ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ 12 തൊട്ട് 35 വരെയാണ് ആർട്ടിക്കിൾ. ഓക്കെ, ഭാഗം 3 ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. 12 തൊട്ട് 35 വരെ ഈസിയാണ്, അധികം ടാസ്കുള്ള പരിപാടിയൊന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവരും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, പിന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യണം. റിവിഷൻ എങ്ങനെയായാലും വേണ്ടി വരും. അതല്ലാത്തവർക്ക് പെട്ടെന്ന് കിട്ടും. മൗലികാവകാശങ്ങൾ നമ്മൾ പറഞ്ഞു ഭാഗം 3 പറഞ്ഞു അല്ലെ. ഭാഗം 3 മറന്നു പോരുത്. ഭാഗം 3 ആർട്ടിക്കിൾ ആണെങ്കിൽ 12 തൊട്ട് 35 വരെ. 12 തൊട്ട് 35 വരെ. പക്ഷെ നമ്മൾ ബേസിക്കലി ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്നത് 14 തൊട്ട് 32 വരെ കേട്ടോ. 14 തൊട്ട് 32 വരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അതേതാ? അത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, അമേരിക്ക USA അല്ലെ. USA നിന്നാണ് നമ്മള് മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഇനി മൗലികാവകാശത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. അവകാശങ്ങൾക്ക് എന്തൊക്കെയാ? ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ്, ഇതൊക്കെയാണ് ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. ഇത് 3 അതിന്റെ മെയിൻ ആയിട്ടുള്ള വിശേഷണം. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? അത് നമ്മുടെ സുപ്രീം കോടതിയാണ് അല്ലെ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, സുപ്രീം കോർട്ടാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടന നിലവിൽ വരാൻ നേരത്ത് അല്ലെ 1950 ജനുവരി 26-നാണ് നമ്മൾ റിപ്പബ്ലിക് ആയത്. 1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിച്ചത് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതി 1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിച്ചത്. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് മൗലികാവകാശങ്ങൾ 7 ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 7 അല്ലെ. അതിനുശേഷം ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളൂ. ഓക്കെ, ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളൂ. നമുക്ക് സ്വത്തവകാശം എന്ന് പറഞ്ഞ മൗലികാവകാശം ആദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 1978 44-ാം അമെന്റ്മെന്റിലൂടെ 1978 44-ാം അമെന്റ്മെന്റിലൂടെ സ്വത്തവകാശം എന്നുള്ളത് എടുത്തു കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 7 മൗലികാവകാശം ഉണ്ടായി. ഇപ്പൊ എത്രയാണ്? 6 മൗലികാവകാശം ഉണ്ട് അല്ലെ. ഫസ്റ്റ് സമത്വത്തിനുള്ള അവകാശമാണ് വരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, സമത്വത്തിനുള്ള അവകാശം വരുന്നത് 14 തൊട്ട് 18 വരെയാണ്. ഓക്കെ, 12 തൊട്ട് 35 വരെയാണ് മൊത്തം മൗലികാവകാശം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ 14 തൊട്ട് 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം വരുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 19 തൊട്ട് 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 19 തൊട്ട് 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത് 23-ഉം 24-ഉം ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത്. നമ്മൾ ഈ ബേസിക് ആയിട്ട് ഇപ്പൊ ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശം പറയും. അതിനുശേഷം 14 to 18. അപ്പൊ ഓരോന്നും എടുത്തു പറയൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം.
ആദ്യം എന്ന് പറഞ്ഞത് സമത്വത്തിനുള്ള അവകാശം 14-18 അല്ലെ, സ്വാതന്ത്ര്യമാണെങ്കിലോ 19-22, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ 23-24, മതസ്വാതന്ത്ര്യമാണെങ്കിൽ 25-28, 25-28, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണത് 29-30. ഇനിയുണ്ട് ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശമാണ് 32-35. ഓക്കെ, 32 എന്ത് റിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശമാണ് എന്ത് റിട്ട്, ആർട്ടിക്കിൾ 32. സുപ്രീം കോടതിയുടെ റിട്ടാണ് ഇത് 32. ഹൈക്കോടതിയുടെ റിട്ടാണെങ്കിൽ എത്രയാണ്? 226. ഓക്കെ, റിട്ട് എന്നുള്ള ഒരു അധികാരമുണ്ട്, ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള ഒരു അവകാശമാണത്. അത് സുപ്രീം കോടതിയിലാണ് ആർട്ടിക്കിൾ 32, ഹൈക്കോടതിയിലാണെങ്കിൽ 226. ഓക്കെ, ഇനി മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണത് കറാച്ചി സമ്മേളനം 1931. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണത് കറാച്ചി 1931. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണെന്ത് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത്. ഇനി 1931 കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. അപ്പൊ അദ്ദേഹം തന്നെ ചെയർമാൻ അധ്യക്ഷനായിരുന്ന 1931 INC-യുടെ കറാച്ചി സെഷനിലാണ് എന്ത് ഈ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയത്. ഓക്കെ, അത് അവതരിപ്പിച്ചത് ആരാ? അല്ല, എഴുതി തയ്യാറാക്കിയത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഓക്കെ, അൻസാരി ആയിരുന്നു ആ സമയത്ത് INC പ്രസിഡന്റ്, അധ്യക്ഷൻ. ഓക്കെ, ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും എന്ത് മൗലികാവകാശങ്ങൾ. ആ പറഞ്ഞത് മുൻകൂട്ടി പറഞ്ഞതാണ്, അത് കറക്റ്റ് അല്ലേ? നമ്മുടെ ഭരണഘടന വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്തിനു തന്നെയാണ്? മൗലികാവകാശങ്ങൾക്കാണ് അല്ലെ. ഇനി 14-18 വരെ നമ്മൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശമാണ് അല്ലെ. 14-18 നമ്മൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശമാണ് അല്ലെ, ഇക്വാലിറ്റി ബിഫോർ അല്ലെ. ആ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും അല്ലെ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ഓക്കെ, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണമാണെന്ത് ആർട്ടിക്കിൾ 14 നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 15 ആണെങ്കിലോ വിവേചനം പാടില്ല. ഏതൊക്കെ രീതിയിൽ? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. ഓക്കെ, മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. ഓക്കെ, ഈ രീതികളിലൊന്നും എന്ത് വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് അത് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 ആണെങ്കിലോ പൊതു നിയമങ്ങളിലെ അവസര സമത്വമാണ് ഉറപ്പുവരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 16 പൊതു നിയമങ്ങളിലെ അവസര സമത്വം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻ കേസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം എന്ന് പറയുന്ന നേരത്തെ എന്താ എല്ലാവർക്കും എന്ത് സെയിം ആയിട്ട് ഈക്വൽ ആയിട്ട് എന്താ അവസരം ലഭിക്കണം, അല്ലെങ്കിൽ സമത്വ രീതിയിൽ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും എന്ത് പൊതു നിയമനങ്ങൾ ലഭിക്കണം എന്നാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. പക്ഷെ എന്ത് സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ പിന്നോക്ക വിഭാഗക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് റിസർവേഷൻ ഉണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പൊ എന്താ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിക്ക് EWS എന്നുള്ള ഒരു കാറ്റഗറി 16(4), 16(5), 16(6) അതൊക്കെ പ്രകാരം എന്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് റിസർവേഷൻ ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്താതെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബേസിക് ആയിട്ട് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 16. ഇനി ആർട്ടിക്കിൾ 17 ആണെന്ത് ഐത്ത് നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ടതാണെന്ത് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണിത് ആർട്ടിക്കിൾ 17. ഓക്കെ, ഐത്ത് നിർമ്മാർജ്ജനം നമുക്കറിയാം 1955 എന്ത് അൺടച്ചബിലിറ്റി ആക്ട്. ഐത്ത് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 പാസ്സാക്കിയത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 18 പറയുന്നതാണ്, നമ്മൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശമാണ് 14-18 വരെ. ഇതിൽ ആർട്ടിക്കിൾ 18 പറയുന്നതാണ് ബഹുമതികൾ നിർത്തലാക്കൽ, അക്കാദമിക് മിലിറ്ററി ഒഴികെ. ഓക്കെ, ബഹുമതികൾ നിർത്തലാക്കൽ. പണ്ട് ദിവാൻ അല്ലെ, അല്ലെങ്കിൽ സർ പദവി, അല്ലെങ്കിൽ ദിവാൻ പദവി, അങ്ങനെയുള്ള പദവികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഷേർഷാ, അങ്ങനെ ഓരോരോ പദവികൾ പണ്ട് നാട്ടുരാജ്യങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്തുണ്ടായിരുന്നു. അതൊക്കെ നിർത്തലാക്കുന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. പക്ഷെ അക്കാഡമിക്, അതായത് പഠിച്ച് കിട്ടിയ ഒരു നമ്മുടെ ഡോക്ടറേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും, അതുകൂടാതെ മിലിറ്ററി കേണൽ, ലെഫ്റ്റനന്റ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ അക്കാദമിക് രംഗങ്ങളിൽ വരുന്നതാണ് പത്മ അവാർഡ് അല്ലെ. ഭാരതരത്ന, പത്മ അവാർഡൊക്കെ എന്താണ് ഇതിന്ന് എക്സെപ്ഷൻ ആയിട്ടുള്ള കേസുകളാണ്. ഓക്കെ, സമത്വത്തിലുള്ള അവകാശം അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. ആർട്ടിക്കിൾ 14-18 വരെയാണ്. 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. 15 ഒരാളിൽ ഒരു രീതിയിലും നമുക്ക് വിവേചനം പാടില്ല. ആ ഒരു രീതി എന്നുള്ളതിന് ഇതുണ്ട്, എടുത്തു പറയുന്നുണ്ട്. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. മതം, വർഗം, ജാതി, ലിംഗം,
ജന്മസ്ഥലം. ഓക്കെ, മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. ഇനി ആർട്ടിക്കിൾ 16 ഇത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ഇനി സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം നമ്മൾ ചർച്ച ചെയ്യും. 19 തൊട്ട് 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൊത്തത്തില് 19 തന്നെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 19 തന്നെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അറിയണം. അത് പഠിക്കാൻ എളുപ്പമായിട്ട് ഒരു മാർഗം പറഞ്ഞുതരാം. 19 എന്ന് പറയുന്നതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം വേണം അല്ലെ. ഒരാള് ജനിച്ച് പ്രായപൂർത്തിയാവണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. പ്രായപൂർത്തിയായ ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പത്രങ്ങളിലെ വാർത്തകൾ അല്ലെങ്കിൽ ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, അതിന്റെയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം 19 അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കേട്ടോ. ഇനി 19B എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിരായുധരായിട്ട് ആയുധമൊന്നും ഇല്ലാതെ തന്നെ സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ. നമ്മള് സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തൊക്കെ പോയിരിക്കും, സംസാരിക്കും അല്ലെ. ലൈബ്രറി ആവാം, ക്ലബ്ബുകളാവാം, അങ്ങനെ നമുക്ക് സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് 19(1)B. ഇനി അങ്ങനെ ഒത്തുചേരാൻ നേരത്ത് നമുക്ക് പല ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉടലെടുക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിക്കാം. ഇപ്പോൾ പൊളിറ്റിക്കൽ രീതിയിലാണെങ്കിൽ പല രീതിയിൽ നമുക്ക് പൊളിറ്റിക്സ് ചർച്ച ചെയ്യാം. എന്തെങ്കിലും സംഘടനകൾ രൂപീകരിക്കാം. അങ്ങനെയുള്ള രീതിയിൽ 19(1)C സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് ഇല്ലേ. ഇനി ആദ്യം പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം, അതാണ് 19(1)A. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് ചർച്ചയൊക്കെ ചെയ്യും. നമുക്ക് നിരായുധരായിട്ട് സമ്മേളിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സമ്മേളിക്കാൻ നേരത്തെ കുറെ ഐഡിയാസ് ഒക്കെ വരും. നമുക്കിപ്പോൾ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സംഘടന രൂപീകരിക്കാം. അത് 19(1)C. ഇനി സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് പോവാം ഇല്ലേ. അപ്പൊ ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ട്രിപ്പ് പോവാം. ഇനി ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ അടിക്കണ്ടേ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അപ്പോൾ 19(1)A നമ്മൾ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞ് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, അതിന് സംഘടനയൊക്കെ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1)D ആണെങ്കിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 19(1)E കഴിഞ്ഞിട്ട് F ഇല്ല. ഓക്കെ, 19(1)E കഴിഞ്ഞിട്ട് F ഇല്ല. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്വത്തവകാശം അല്ലെ. സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. അത് 1978 44 അമെന്റ്മെന്റ് പ്രകാരം എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് സ്വത്തവകാശം ഉൾക്കൊള്ളിച്ചിരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 19(1) F. ഈ 2 ആർട്ടിക്കിളും അതോടുകൂടി ഒഴിവാക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ 2 ആർട്ടിക്കിളും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ 19(1) F ഇല്ലാത്തത്. പകരം E കഴിഞ്ഞിട്ട് G വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കഥ എവിടെ വരെ എത്തി? നമ്മൾ ട്രിപ്പ് പോയിട്ട് അവിടെ താമസിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടല്ലോ അല്ലെ. ഇനി അടുത്ത ഇവിടെ താമസിച്ച് കുറച്ച് നാൾ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ കയ്യിൽ കാശ് തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെ. അപ്പൊ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിന്, സ്വന്തമായിട്ട് വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)G. ഓക്കെ, അപ്പൊ അത് കിട്ടൂലേ. ആ രീതിയിൽ നമ്മൾ ഈ കഥ പോലെ ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ 19(1)A, B, C, D, E, F ഇല്ല, G, ഇത്രയും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 20 തൊട്ട് 22 വരെയാണ് സ്വാതന്ത്ര്യത്തിന്റെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 19(1)ലാണ് നമ്മൾ ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞത്. 20 പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ഈ കുറ്റവാളികൾക്കുള്ള സംരക്ഷണമാണ് 20 പറയുന്നത്. ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ കുറ്റവാളികളുടെ സംരക്ഷണം അല്ലെ. അവർക്ക് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ അല്ലെ. അത് തന്നെ 20 1, 2, 3 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 20 നിങ്ങൾ എങ്ങനെയാലും അറിഞ്ഞിരിക്കുക. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതുമായി സംബന്ധിച്ചുള്ള സംരക്ഷണം ആർക്ക്? കുറ്റവാളികൾക്ക്. അവരുടെ ഒരു റൈറ്റ്സ് ആണ് പറയുന്നത്. അതിൽ തന്നെ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരോപിതൻ കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു കേസ് വരുന്നത് ആ സമയത്തുള്ള നിയമം ബേസ് ചെയ്തിട്ടായിരിക്കണം. അല്ലാതെ മുൻകാല പ്രാബല്യത്തോടെയോ അല്ലെങ്കിൽ മുമ്പേ ഉള്ള ഏതെങ്കിലും റൂൾസ് ഒന്നും വെച്ചാൽ നമുക്ക് ക്രിമിനൽ നിയമങ്ങൾ അങ്ങനെ മുന്നോട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 19(2) ആണെങ്കിൽ ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല അല്ലെ. ഒരാളെ ഒരു തവണ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ, ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 20(3) പറയുന്നത് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കി, ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇടിച്ച് അല്ലെങ്കിൽ ക്രൂരമായി ആക്രമിച്ച് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബ്ലഡ് ടെസ്റ്റ്, ഇപ്പോൾ മദ്യപാനം നടത്തിയിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനൊക്കെ ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വരും അല്ലേ.
അങ്ങനെ ഓരോരോ ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ എങ്ങനെയായാലും നടത്തും. അതൊക്കെ എന്താ ആ വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളല്ല. അതൊക്കെ എന്താ ലോ പ്രകാരം, നിയമപ്രകാരം അതൊക്കെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരോപിതനെതിരെ പോലീസ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് വരില്ല കേട്ടോ. ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് അതൊന്നും ഇതിനകത്ത് വരില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റം സ്ഥാപിക്കുന്നതുമായി സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. അതിലൊന്നും മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, അല്ലേ? ഡബിൾ ജിയോപാഡി എന്ന് പറയും, ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ അത് 2 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 20-ൽ 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. ഇനി 3 നമ്മൾ പറഞ്ഞത്, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ, 20-ൽ 3 അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇനി 21 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. മൗലികാവകാശങ്ങളെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ആർട്ടിക്കിൾ 21. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ, പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ, ചൂസ് ചെയ്യാനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 21. പിന്നെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് KS പുട്ടസ്വാമി കേസ് 2017. സ്വകാര്യത ബേസ് ചെയ്തിട്ട് 2017 KS പുട്ടസ്വാമിയുടെ ഒരു കേസ് സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ സ്വകാര്യതയും കൂടുതൽ ഇൻക്ലൂഡഡ് ആക്കിയിരിക്കുന്നത് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യത എല്ലാം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 21A അത് കൂട്ടിച്ചേർത്തതാണ്. ഓക്കെ, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ് ഇത് ആർട്ടിക്കിൾ 21A. 6 മുതൽ 14 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകേണ്ടത് ആണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21A. ഓക്കെ, 21A. ഇനി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് എന്ത്? 20, 21. ഓക്കെ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ പാടില്ലാത്ത ആർട്ടിക്കിളാണ് എന്ത്? 20, 21. ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് 14, 19, 21. ഏതൊക്കെ? 14, 19, 21. ഓക്കെ, 21 ഇവിടെ, 21, 14, 19, 14, 19, 21. ബേസ് അടിത്തറ എപ്പോഴും 21 അടിത്തറ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനും എതിരെയുള്ള കരുതൽ തടങ്കലൊക്കെ ഇല്ലേ, അതിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആർട്ടിക്കിൾ 358 നമ്മൾ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 359 പറയുന്നുണ്ട്. എന്താന്ന് നോക്കാം. ആർട്ടിക്കിൾ 358 എന്ന് പറഞ്ഞാൽ യുദ്ധം, വിദേശാക്രമണം. ഓക്കെ, യുദ്ധം, വിദേശാക്രമണം. സായുധ കലാപം ഞാൻ പറഞ്ഞില്ല കേട്ടോ. യുദ്ധവും വിദേശാക്രമണവും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, അല്ലേ? സായുധ കലാപം ഉണ്ടെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പക്ഷേ ഈ കേസിൽ യുദ്ധവും വിദേശാക്രമണം മൂലം നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു 6 സ്വാതന്ത്ര്യങ്ങൾ, 19-ൽ 1A, 19-ൽ 1B, ആ 6 സ്വാതന്ത്ര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. അതാണ് ആർട്ടിക്കിൾ 358 പറയുന്നത്. എന്താ പറഞ്ഞത്? യുദ്ധം, വിദേശാക്രമണം മൂലം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ 19-ൽ പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. അതിന് പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമില്ല. ഓക്കെ, അതിന് പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമില്ല. ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും ക്യാൻസൽ ചെയ്യണതിന് പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമുണ്ട്. എക്സെപ്ഷൻ എന്ത്? 20, 21. ഓക്കെ, ഈ ആർട്ടിക്കിൾ 20, 21 അടിയന്തരാവസ്ഥ സമയത്ത് പോലും ആർക്ക് റദ്ദ് ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റിന് റദ്ദ് ചെയ്യാൻ പറ്റില്ല. അത് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 359. ഓക്കെ, 20, 21 ആർട്ടിക്കിൾ 20, 21 ഒഴിച്ച് ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാ ഇതും ക്യാൻസൽ ചെയ്യാൻ പ്രസിഡന്റിന് കഴിയും, അല്ലെങ്കിൽ പ്രസിഡന്റിന് ചൂസ് ചെയ്യാം, അങ്ങനെ പറ്റും ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത്. അങ്ങനെ പറയുന്നതാണ് ആർട്ടിക്കിൾ 359. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് നോക്കി, ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആർട്ടിക്കിളാണ്, മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ പൗരർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ ആണ് എന്ത്? 15, 16, 19, 29, 30. ഓക്കെ, വിദേശികൾക്ക്, ഫോറിനേഴ്സിന് ലഭിക്കില്ല. അപ്പോൾ അത്രയും ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 15, 16, 19, 29, 30. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഏതൊക്കെയാ? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഒക്കെ എന്താണ്? ഇന്ത്യൻ പൗരർക്ക് മാത്രമാണ് ലഭിക്കുള്ളൂ. കിട്ടിയോ? ഇനി
ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 ഉണ്ട്, 24 ഉണ്ട്. അതിൽ 23 നിർബന്ധമായിട്ട് തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയൊക്കെ നിരോധിക്കുന്നത്. ഓക്കെ. 24 ബാലവേല നിരോധനം. ബാലവേല നിരോധനത്തിൽ കുട്ടിയായി പരിഗണിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ളവരെയാണ്. ഓക്കെ, കുട്ടിയായി പരിഗണിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ളവരെയാണ്. അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് 23, 24. 23 എന്ത്? നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും അടിമയാക്കുന്നതും മനുഷ്യക്കടത്തൊക്കെ തടയുന്നത് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 എന്ത്? ബാലവേല നിരോധനം. ഓക്കെ. ഇനി മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് 25, 28. തീരാൻ പോവാട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25, 28 അല്ലേ? അതിന് ആർട്ടിക്കിൾ 25 എന്താ? മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്താ ആർട്ടിക്കിൾ 25 പറയുന്നത്. 26 പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 26 പറയുന്നത്. 27 മതസംഘടനകളെ നികുതികളിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് 27. അപ്പോൾ ഒന്നുകൂടി നോക്കുക. മതം പ്രചരിപ്പിക്കാനും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25. 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 27 മതസംഘടനകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നു. മതസംഘടനകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ആർട്ടിക്കിൾ 27. 28 ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 28. ഈ 28 തന്നെ 1, 2, 3 അങ്ങനെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ 28 ഒന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഫണ്ട് വെച്ച്, അതായത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും ഈ മതപരമായ ആചാരങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ഇനി 2 പറയുന്നത് ഇപ്പോൾ മതങ്ങളുടെ കീഴിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും ആരാധനകളൊക്കെ അവരുടേതായ രീതിക്ക് പാടും. അപ്പോൾ 28 അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്ന് പറയുന്നതാണ് 28 പറ്റും എന്ന് പറയുന്നതാണ് 28 ഇനി 28 പറയുന്നതാണ് ഈ ട്രസ്റ്റിന്റെയോ എൻഡോമെന്റ് അങ്ങനെയുള്ള ഓരോ ട്രസ്റ്റിന്റെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന മതപരമായ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജ്, അതിലൊക്കെ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളൊക്കെ പറ്റുമെന്ന് പറയുന്നത് 2 3 പറയുന്നത് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, അവർക്ക് ചെയ്യാം, പക്ഷെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് 28 3. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ബേസിക് ആയിട്ട് നമ്മൾ ഈ 28 അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഞാൻ എക്സ്ട്രാ എടുത്ത് പറഞ്ഞതാണ്. അതൊന്നും നമ്മുടെ പ്രിലിമിനറിക്ക് ചോദിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഓക്കെ, 28 സബ് ക്ലോസ് അല്ലേ ഇത്? 28 1, 28 2, 28 3 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 28 പറയുന്നത് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളൊക്കെ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് 29, 30 പറയുന്നത്. അതിൽ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ്. ഇനി അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 30. 29 അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പോ ഭരണഘടനാ വകുപ്പും. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനും നടത്താനും ഒക്കെയുള്ള ഉറപ്പ് അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് 30. ഇനി നമ്മൾ പറഞ്ഞു ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 ബേസ് ചെയ്തിട്ടാണ് റിട്ട് വരുന്നത്. ഏത്? സുപ്രീം കോടതിയുടെ റിട്ട് വരുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് ആണെങ്കിലോ 226 ആർട്ടിക്കിൾ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 32 ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം. ഈ ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശത്തെയാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ആർട്ടിക്കിൾ 32. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ നോക്കാം. ഓക്കെ, മൗലിക അവകാശങ്ങൾ ഉണ്ട്, ദേശീയ ചിഹ്നങ്ങളുണ്ട്, പിന്നെ കുറേ കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണെങ്കിൽ വന്ദേ മാതരമാണ്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ പഞ്ചാംഗം, അതായത് ശകവർഷ കലണ്ടറാണ്. ശകവർഷ കലണ്ടർ. ദേശീയ പൈതൃക ജീവിയാണെങ്കിൽ ആനയാണ്, ആന അല്ലേ. ദേശീയ ജലജീവിയാണെങ്കിൽ ഗംഗാ ഡോൾഫിൻ.
ദേശീയ വൃക്ഷമാണെങ്കിൽ പേരാൽ, അരയാലല്ല പേരാൽ, പേരാൽ. ദേശീയ നൃത്തരൂപമാണെങ്കിൽ ഭരതനാട്യം. ദേശീയ മത്സ്യമാണെങ്കിൽ അയക്കൂറ, അയല എന്നൊക്കെ നമ്മൾ പറയും. ദേശീയ നദിയാണെങ്കിൽ ഗംഗ, അല്ലെ? ദേശീയ നദിയാണെങ്കിൽ ഗംഗ. ദേശീയ പാനീയമാണെങ്കിൽ ചായ, ദേശീയ പാനീയമാണെങ്കിൽ ചായ. ഔദ്യോഗിക ഭാഷ, ദേശീയ ഭാഷയല്ല പിള്ളേരെ, ഔദ്യോഗിക ഭാഷയാണ് എന്ത്? ഹിന്ദി. ഓക്കെ, ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി, ദേശീയ ഭാഷയല്ല കേട്ടോ. ഇനി ഒന്നുകൂടി നോക്കാം. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ ഭാരതം, വന്ദേ മാതരം. ഓക്കെ, വന്ദേ ഭാരത് അല്ല, വന്ദേ മാതരം. ദേശീയ കലണ്ടർ ആണെങ്കിൽ ശകവർഷ കലണ്ടർ. ദേശീയ പൈതൃക ജീവിയാണെങ്കിൽ ആന. ദേശീയ ജലജീവിയാണെങ്കിൽ ഗംഗാ ഡോൾഫിൻ. ദേശീയ വൃക്ഷമാണെങ്കിൽ പേരാൽ. ദേശീയ നൃത്തരൂപമാണെങ്കിൽ ഭരതനാട്യം. ദേശീയ മത്സ്യമാണെങ്കിൽ അയക്കൂറ. ദേശീയ നദിയാണെങ്കിൽ ഗംഗ. ദേശീയ പാനീയമാണെങ്കിൽ ചായ. പിന്നെ ഔദ്യോഗിക ഭാഷ ഹിന്ദി, ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഓക്കെ, യെസ്. ഇതെന്താ? നമ്മുടെ ദേശീയ പതാകയാണ് അല്ലേ? ദേശീയ പതാക പാറി പറക്കുവാണ്. ദേശീയ പതാകയില് 3 നിറങ്ങളുണ്ട്. ബേസിക് കാര്യങ്ങളല്ലേ? 3 നിറങ്ങളിലും മുകളിലായിട്ട് കുങ്കുമ നിറം, നടുക്ക് വെള്ള, താഴെപ്പച്ച. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരം ത്യാഗത്തിനെയാണ്, ധീരതയെയും ത്യാഗത്തിനെയും ഒക്കെയാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. നടുക്കുള്ള വെള്ളയാണെങ്കിൽ സമാധാനം, സത്യസന്ധത, അല്ലെ? വെള്ളരിപ്രാവുകൾ വെള്ള നിറത്തിലെ, വെള്ള എപ്പോഴും സമാധാനം അല്ലേ? സമാധാനം, സത്യസന്ധതയൊക്കെ വെള്ള. പച്ചയാണെങ്കിൽ എന്താ? ഫലഭൂയിഷ്ഠത, സമൃദ്ധിയൊക്കെ പച്ചയാണ് അല്ലെ? ചെടി, വനം, ഇതൊക്കെ പച്ച നിറത്തിലല്ലേ? ഫലഭൂയിഷ്ഠത, സമൃദ്ധിയൊക്കെ നമ്മുടെ പച്ച നിറമാണ്. അപ്പൊ അതും കൂടി നോക്കാം. 3 നിറങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെപ്പച്ച. കുങ്കുമമാണെങ്കിൽ ധീരത, ത്യാഗമൊക്കെ അല്ലെ? ധീരത, ത്യാഗമൊക്കെ കുങ്കുമ നിറം. വെള്ളയാണെങ്കിൽ സത്യസന്ധത, സമാധാനമൊക്കെയാണ് വെള്ള നിറം. ഫലഭൂയിഷ്ഠത, സമൃദ്ധിയൊക്കെ ആണെങ്കിൽ പച്ച നിറം. ഇനി നമുക്കറിയാം ഇതിന്റെ നടുക്കായിട്ട് ആരക്കാലുകളുണ്ട്, അശോക ചക്രമുണ്ട് അല്ലെ? അതിൽ എത്ര ആരക്കാലുണ്ട് അശോക ചക്രത്തില്? 24 അല്ലെ? 24. ഓക്കെ, ഇതാരാ? പിംഗലി വെങ്കയ്യ, ശില്പിയാണ് അല്ലെ? നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യ. പഠിച്ചു വെക്കണേ, പിംഗലി വെങ്കയ്യ, പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യ. 1947 ജൂലൈ 22-നാണ് എന്ത്? ദേശീയ പതാക അംഗീകരിച്ചത്. ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഓക്കെ, സോറി, 1947 ജൂലൈ 22. 1947 ജൂലൈ 22. എത്രയാ? 1947 ജൂലൈ 22. കിട്ടിയില്ലേ? ഇനി ദേശീയ പതാകകളുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം ആരാ? നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് ആണ് അല്ലെ? ഫസ്റ്റ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദാണ്. ഫസ്റ്റത്തെ ആള് രാജേന്ദ്ര പ്രസാദാ, സെക്കൻഡത്തെ ആളാണ് രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനൊക്കെ വ്യക്തമായ നിർവചനം നൽകിയ ആൾ. ഓക്കെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു, 24 ആരക്കാലാണ് അശോക ചക്രത്തിനുള്ളത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക സ്തംഭം എടുത്തിരിക്കുന്നത്. ഓക്കെ, അശോക സ്തംഭം നമ്മൾ എടുത്തിരിക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭം. അശോക സ്തംഭം അറിയാലോ അല്ലെ? സിംഹം, 3 സിംഹം ഫ്രണ്ടിൽ കാണാൻ പറ്റും. കുതിരയുണ്ട്, കാളയൊക്കെ ആയിട്ടുള്ളത്. അതാണ് അശോക സ്തംഭം. അത് എവിടെ നിന്നാണ് എടുത്തത്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിൽ നിന്ന്. അശോക ചക്രത്തിന്റെ ആരക്കാലുകളുടെ എണ്ണമാണ് 24. ദേശീയ പതാകകളുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1947 ജൂലൈ 22-നാണ് അംഗീകരിച്ചത് ദേശീയ പതാക. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നതാണ് പിംഗലി വെങ്കയ്യ. ഈ ദേശീയ പതാകയുടെ നീളവും വീതിയും എന്താണ്? നീളവും വീതിയും. നീളം കൂടുതലാണെങ്കിൽ നീളം ഇല്ലേ? നമ്മൾ ദേശീയ പതാക വരയ്ക്കാൻ നേരത്ത് നീളമല്ലേ കൂടുതൽ, വീതി കുറവല്ലേ? ഓക്കെ, നീളവും വീതിയും അല്ലെ? നീളം കൂടുതൽ അല്ലെ? അപ്പൊ നീളം 3:2 നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 3:2. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. വീതിയും നീളവും തന്നെയാണെങ്കിൽ 2:3 ആവും കേട്ടോ. വീതിയും നീളവും തന്നെയാണെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ 2:3 ആവും. എപ്പോഴും ചോദിക്കുന്നത് എന്താ? നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, അംശബന്ധമാണ് ചോദിക്കുന്നത്. ഓക്കെ, 9 രീതിയിൽ വ്യത്യസ്ത രീതിയിൽ അളവുകളുണ്ട് അല്ലെ? 150, 100 അങ്ങനെ കുറെ അളവുകളുണ്ട് നമ്മുടെ ദേശീയ പതാകയ്ക്ക്. അത് നമുക്ക് പറയാം കേട്ടോ. അതെ, ഇവിടെ പറയാം. ഓക്കെ, ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘം KKGSS. ഹൂബ്ലി, കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘം KKGSS. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വിവിധ അളവുകളുണ്ട് അല്ലേ? 3:2 എന്ന രീതിയിൽ, അതാണ് അതിന്റെ അംശബന്ധം. 3:2 നീളവും വീതിയുള്ള അംശബന്ധമാണ് 3:2. അങ്ങനെ 9 വ്യത്യസ്ത അളവുകളിൽ നമുക്ക് ദേശീയ പതാക ഉണ്ട്. 9 വ്യത്യസ്ത അളവിൽ. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക 150 mm
ഇൻറ്റു 100 mm ആണ്. 150 mm ഇൻറ്റു 100 mm. 150 mm വീതി അല്ല നീളവും 100 mm വീതി. ഓക്കെ, 6 ഇഞ്ച് ഇൻറ്റു 4 ഇഞ്ച്. ഓർത്തിരിക്കണേ, ഏറ്റവും ചെറുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക ഓർത്തിരിക്കണം. ഇനി ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാകയാണ് 6300 mm ഇൻറ്റു 4200 mm. ഓക്കെ, 6300 mm ഇൻറ്റു 4200 mm ആണെന്ത് ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക. ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാകയാണ് 6300 mm ഇൻറ്റു 4200. പിന്നെ VVIPകളുടെ വിമാനത്തിലുള്ള പതാകയാണ് 450 mm ഇൻറ്റു 300 mm. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാറുകൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ 225 mm ഇൻറ്റു 150 mm, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മേശപ്പുറത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ 150 ഇൻറ്റു 100 mm. ഏറ്റവും ചെറുതാണ് എന്ത് മേശപ്പുറത്തൊക്കെ നമ്മൾ വയ്ക്കുന്നത് അല്ലേ. ഗവൺമെന്റ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ മേശപ്പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തിലെ രാഷ്ട്രീയക്കാരുടെ MLA ഓഫീസ്, MP ഓഫീസ്, മന്ത്രിമാരുടെ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലെ ഒരു ഗ്ലോബ്, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാക, അതൊക്കെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന മേശപ്പുറത്ത് വയ്ക്കുന്ന പതാകയാണ് 150 mm ടു 100 mm. വലുതാണെങ്കിൽ 6300 mm ടു 4200 mm. അതും പഠിച്ചിരിക്കണേ, 6300 mm ടു ഇൻറ്റു 4200 mm. ഇനി ദേശീയ പതാകയുടെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ സ്ഥലമാണ് പാഴ്സി ബാഗൻ സ്ക്വയർ, ഗ്രീൻ പാർക്ക്, കൊൽക്കത്ത. പാഴ്സി ബാഗൻ സ്ക്വയർ, ഗ്രീൻ പാർക്കാണ് കൊൽക്കത്ത. ഇതായിരുന്നു നമ്മുടെ ആദ്യകാലത്തെ ഓക്കെ. ഇത് ഈ കാണുന്ന കളറ് ബ്ലാക്ക് അല്ല കേട്ടോ, ഈ കാണുന്ന കളറ് എന്താ പച്ചയാണ്. ഓക്കെ, പച്ചയാണ്. പാഴ്സി ബാഗൻ സ്ക്വയർ, ഗ്രീൻ പാർക്ക്. ഗ്രീൻ പാർക്ക് കൊൽക്കത്തയിലാണ് നമ്മുടെ ആദ്യത്തെ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം എന്ന് പറയുന്നത്. ഉയർത്തിയ ആള് സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നു. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇത് ഉയർത്തിയത്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാക ഉയർത്തിയ വർഷമാണ് 1906 ആഗസ്റ്റ് 7. 1906 ആഗസ്റ്റ് 7. 1906 ആഗസ്റ്റ് 7. ഇത് പച്ച കളറാണ്, പച്ച കളറ്. ഇതിൽ തന്നെ എന്ത് താമര വെച്ചിട്ടുണ്ട്. 1 2 3 3 3 6 8 താമരകൾ വെച്ചിട്ടുണ്ട്. 8 താമരകൾ ഉണ്ടായിരുന്നതാണ് എന്ത് നമ്മുടെ ആദ്യത്തെ ദേശീയ പതാക എന്നുള്ള രീതിയിലുള്ള ദേശീയ പതാകയുടെ മുകളിൽ 8 താമര ഉണ്ടായി. പിന്നെ നടുക്ക് മഞ്ഞ, താഴെ ചുമപ്പ്. ഈ മഞ്ഞ കളറിൽ വന്ദേ മാതരം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായി. താഴെ ചുമപ്പിലാണെങ്കിൽ എന്ത് ഒരു അർദ്ധചന്ദ്രക്കലയും ഒരു സൂര്യനും ഉണ്ടായിരുന്നു. ഈ 8 താമര സൂചിപ്പിക്കുന്നത് ആ സമയത്തുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളാണ് സൂചിപ്പിച്ചിരുന്നത് കേട്ടോ. 8 പ്രവിശ്യകൾ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു 1906 ആഗസ്റ്റ് 7. ഒന്ന് ഓർത്തിരിക്കണേ, 1906 ആഗസ്റ്റ് 7. 1906 ആഗസ്റ്റ് 7. എവിടെയാണ് നമ്മൾ ഉയർത്തിയത്? പാഴ്സി ബാഗൻ സ്ക്വയർ, ഗ്രീൻ പാർക്ക്, കൊൽക്കത്ത. അറ്റ്ലീസ്റ്റ് കൊൽക്കത്ത എന്ന് ഓർത്തിരിക്കുക, സുരേന്ദ്രനാഥ് ബാനർജി. ഇനി അന്തർദേശീയ തലത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഉയർത്തിയത് ആരാ? മാഡം ഭിക്കാജി കാമയാണ്. എവിടെ? 1907 ജർമ്മനിയിലെ ബെർലിൻ കമ്മിറ്റിയിലെ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായിട്ട് ഉയർത്തിയതാണ് മാഡം ഭിക്കാജി കാമ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിലാണെങ്കിൽ ഒരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ആലേഖനം ചെയ്തിരുന്നു. ഓക്കെ, ഇതിലൊരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങൾ. ഓക്കെ, ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. 8 താമരകൾ ഉണ്ടായിരുന്നു. താഴെ ഒരു അർദ്ധചന്ദ്രക്കലയും ഒരു സൂര്യൻ. 1929 ഡിസംബർ 31 എന്താ പ്രത്യേകത? ലാഹോർ സമ്മേളനത്തിലെ രവി നദിക്കരയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. ത്രിവർണ്ണ പതാക എന്നുള്ളൊരു രീതിയിൽ ആ പതാകയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പതാകയെ ദേശീയ പതാകയുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പതാകയാണ് എന്ത് ജവഹർലാൽ നെഹ്റു 1929 ഡിസംബർ 31 ഉയർത്തിയത് അല്ലെ. അതിനെ തുടർന്ന് 1930 ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജായിട്ട് ആചരിക്കുകയുണ്ടായി. 1930 ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജായിട്ട് ആചരിക്കുന്നു. ആ ജനുവരി 26 എന്ത് നമ്മൾ റിപ്പബ്ലിക് ഡേ എന്നുള്ള രീതിയിലും എടുത്തിട്ടുള്ളത് അല്ലെ. നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് 1950 ജനുവരി 26. എല്ലാ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കും. അത് എന്തിനു ബേസ് ചെയ്തിട്ടാ? നമ്മൾ 1930 ജനുവരി 26 എന്താ പൂർണ്ണ സ്വരാജ് എന്നുള്ള രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് കോൺഗ്രസ് അംഗീകരിച്ചത്. കോൺഗ്രസ് അല്ല കേട്ടോ, കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞാലും ആവില്ലല്ലോ, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ അല്ലേ. അപ്പൊ കോൺഗ്രസ് എന്നുള്ള സംഘടന അംഗീകരിച്ചത് 1931 നമ്മൾ ആദ്യം പറഞ്ഞു 31 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ മുകളില് കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. ഇവിടെ പിന്നെ ചർക്കയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അശോക ചക്രത്തിന് പകരം ചർക്കയായിരുന്നു. അപ്പൊ 1931 തൊട്ട് 1947 ആഗസ്റ്റ് 10 ജൂലൈ 22 വരെ. ഓക്കെ, ജൂലൈ 22 അല്ല, ആഗസ്റ്റ് 14 15 വരെ എന്ത് നമ്മളുടെ പഴയ ദേശീയ പതാക തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ
പുതിയ ദേശീയ പതാകയിലേക്ക് വന്നത്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ്? അതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് 1947 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ വെച്ച്, അല്ലെ, സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മൾ ചെങ്കോട്ടയിൽ വെച്ചാണ് എന്ത് കൊടി ഉയർത്തുന്നത്, ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ വെച്ച, അല്ലെ, പ്രധാനമന്ത്രിയാണ് ഉയർത്തുന്നത്. പക്ഷെ റിപ്പബ്ലിക് ദിനത്തിന് ആരാ ഉയർത്തുന്നത്? അത് രാഷ്ട്രപതിയാണ്. അത് ഉയർത്തുകയല്ല ചെയ്യുന്നത്, അത് നിവർത്തുക ചെയ്യുന്നത്, അല്ലെ. അത് ഓൾറെഡി മുകളിൽ കെട്ടിവെച്ചേക്കുമായിരിക്കും നമ്മുടെ പതാക ഇവിടെ ആയിട്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കെട്ടിവെച്ചേക്കുമായിരിക്കും. എന്നിട്ട് വള്ളി പിടിക്കാൻ നേരത്തെ എന്ത് ആ സംഭവം നിവർന്നു വരികയാണത്, അല്ലെ. നിവർന്നു വരാൻ നേരത്ത് താഴേക്ക് പുഷ്പങ്ങളോ അല്ലെങ്കിൽ ഗിൽറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചാട് ചെയ്യുന്നത്. അപ്പം റിപ്പബ്ലിക് ദിനത്തിന് ആരാ? രാഷ്ട്രപതി ഉയർത്തുകയല്ല, പകരം നിവർത്തുകയാണ് ചെയ്യുന്നത്. ഉയർത്തുന്നത് ആരാ? അത് സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയാണ് ചെങ്കോട്ടയിൽ. ഓക്കെ, മറ്റേതാണ് ഈ കർത്തവ്യ പത്തിൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ആ സമയത്ത് എന്താ രാഷ്ട്രപതി ആയിട്ടില്ല. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായിട്ട് രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ്. ക്ലിയർ അല്ലേ? രാജേന്ദ്ര പ്രസാദ്. ഇനി പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വിക്സിലോളജി എന്ന് പറയുന്നത്. വിക്സിലോളജി. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് എത്തിച്ച ദൗത്യമാണ് അപ്പോളോ 15, 1971. അപ്പോളോ 15, 1971. എല്ലാ വർഷവും നമ്മൾ പറഞ്ഞതാണ്, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി കർത്തവ്യ പഥയിൽ വെച്ചാണ് ഉയർത്തുന്നത്. കൊടിമരത്തിന് മുകളിൽ കെട്ടിയിട്ട് അനാച്ഛാദനം ചെയ്യുന്നു, അഴിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അവിടെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പതാക നിയമം നിലവിൽ വന്നത് 2002, ഇമ്പോർട്ടൻ്റ് ആണ്. 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ്, ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ദേശീയ പതാക കഴിഞ്ഞു, ദേശീയ ഗാനത്തിലേക്ക് പോകാം. ദേശീയ ഗാനം അംഗീകരിച്ചത് 1980 ജനുവരി 24 അംഗീകരിച്ചു. ആരംഗീകരിച്ചു? ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു, അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതാണ് 1950 ജനുവരി 24 ദേശീയ ഗാനം. ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് സെയിം ഡേറ്റ് തന്നെയാണ്, 1950 ജനുവരി 24. ഇതൊക്കെ പഠിച്ചിരിക്കണം, എങ്ങനെയായാലും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നമുക്കറിയാം ഈ കുറച്ച് ടോപ്പിക്ക്, ഈ 3-4 ടോപ്പിക്ക് നിന്നാണ് 10 മാർക്ക് എന്നുള്ള രീതിയിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം, ഇതിൽ നിന്നൊക്കെ കണ്ടമാനം ക്വസ്റ്റ്യൻസ് കയറി വരും. അപ്പോൾ ഇത്രയും കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് 10 മാർക്കിൽ 8-9 മാർക്കൊക്കെ ഷുവറായിട്ടും ഈ ക്ലാസ്സിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ക്ലാസ് കാണുന്ന നേരത്തെ. ഓക്കെ, ഇനി ദേശീയ ഗാനം എഴുതിയത് ആരാ? ദേശീയ ഗാനത്തിന്റെ പോയറ്റ് അതാരാ എഴുതിയത്? ടാഗോറാണ്, അല്ലെ. രവീന്ദ്രനാഥ് ടാഗോറാണ് എഴുതിയത്. സംഗീതം നൽകിയതാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ്, അല്ലെ. ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ഭാഷ, ലാംഗ്വേജ് ബംഗാളി ഭാഷയാണ്. ദേശീയ ഗാനത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയാണ്. എഴുതിയതാരാ? രവീന്ദ്രനാഥ് ടാഗോർ. ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് സംഗീതം നൽകിയത്. ഭാഷ ചോദിച്ചാൽ എന്താണ്? ബംഗാളി ഭാഷയാണ്. ഓക്കെ, ഇനി അതിന്റെ ട്യൂൺ അഥവാ രാഗം ഏതാണെന്ന് പറഞ്ഞാൽ ശങ്കരാഭരണമാണ്, അല്ലെ. അതിന്റെ സംഗീതത്തിന്റെ ട്യൂൺ അല്ലെങ്കിൽ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. ദേശീയ ഗാനത്തിന്റെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. 52 സെക്കൻഡാണ് നമുക്കിത് പാടാൻ വേണ്ടി വരുന്നത്. ചെറിയ രൂപമാണെങ്കിൽ നമുക്ക് 20 സെക്കൻഡിൽ പാടിത്തീർക്കാം. ഓക്കെ, നോർമൽ 52 സെക്കൻഡാണ് വേണ്ടത്. ചെറിയ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ വേണ്ടി 20 സെക്കൻഡ് മതി. ഇനി ടാഗോറിന്റെ പദ്യത്തിൽ, അതായത് ഭാരത് ഭാഗ്യ വിധാത എന്നുള്ള പദ്യത്തിൽ നിന്നാണ് നമ്മളെ ഈ സംഭവം ദേശീയ ഗാനം, അത് കുറച്ച് വരികളല്ലേ ഉള്ളൂ അത് എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, ടാഗോറിന്റെ തന്നെ പദ്യത്തിൽ നിന്നാണ് ഭാരത് ഭാഗ്യ വിധാത. അപ്പൊ അദ്ദേഹം തന്നെയല്ല അത് എഴുതിയത്. ഓക്കെ, ടാഗോർ തന്നെയാണ് എഴുതിയത്. ഭാരത് ഭാഗ്യ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമാണ് തത്വബോധിനി പത്രിക. ഏത് വർഷം? 1912. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരത് ഭാഗ്യ വിധാത എന്നുള്ള ആ ഒരു പദ്യത്തിൽ നിന്നാണ് നമ്മൾ ജനഗണമന എന്നുള്ള ഒരു സ്റ്റാൻസ അത്രയായിട്ട് ടാഗോർ തന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഭാരത് ഭാഗ്യ വിധാത എന്നുള്ള പദ്യം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ചോദിച്ചാൽ തത്വബോധിനി പത്രികയാണ് 1912. ഇനി നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് 1917 ഡിസംബർ 27. ഓക്കെ, ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഓക്കെ,
ആരാ ആലപിച്ചത്? സരളാദേവി ചൗധരി റാണിയാണ് ആലപിച്ചത്. ആരാണ്? ഓർത്തിരിക്കണേ, സരളാദേവി ചൗധരി റാണി, അല്ലെങ്കിൽ സരളാദേവി എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ചൗധരി റാണി അങ്ങനെയായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. ഫുൾ നെയിം സരളാദേവി ചൗധരി റാണി. ഓക്കെ, ചൗധരി റാണി ആലപിച്ചത് എന്ന 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ടാഗോറും ഒപ്പം ആലപിക്കാനുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് സരളാദേവി ചൗധരി റാണിയാണ്. ദേശീയ ഗാനത്തിൽ ജയ എന്നുള്ള വാക്ക് 10 തവണ വരും. ആവർത്തിക്കുന്നതെന്നല്ല, 10 തവണ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ജനഗണമനയിൽ എത്ര തവണ ജയ എന്നുള്ളത്? ജയ 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 ഹേ അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ ആ ഓരോ ജയയും നമ്മൾ കൗണ്ട് ചെയ്യാൻ നേരത്ത് 10 ഉണ്ട് ടോട്ടൽ. ഇനി ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. അത് കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് ആലപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ എന്താ, കൊൽക്കത്തയിലെ ഭാഷ ഏതാ? ബംഗാളിയാണ്. അപ്പോൾ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജിൽ നമുക്ക് മതി ദേശീയ ഗാനം. പക്ഷെ അത് വേറൊരു സ്ഥലത്തേക്ക്, ബ്രിട്ടീഷ് ഇന്ത്യ അല്ലേ, വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു സമ്മേളനത്തിൽ നമ്മൾ പാടാൻ നേരത്ത് ആ ലാംഗ്വേജ് പാടി എല്ലാവർക്കും മനസ്സിലാവും? ഇല്ല. അപ്പോൾ 1919 കാലഘട്ടത്തിൽ ഒരു കോളേജിലെ ഒരു പരിപാടിയിൽ ഓക്കെ ഈ ജനഗണമന പാടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യേണ്ട, അതായത് നല്ല എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ തർജ്ജമ ചെയ്യേണ്ടി വന്നപ്പോൾ ടാഗോർ തന്നെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ജനഗണമന തർജ്ജമ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് തർജ്ജമ ചെയ്ത ആലപിച്ച സ്ഥലം മദനപ്പള്ളി, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, മദനപ്പള്ളി ആന്ധ്രാപ്രദേശിലെ ഒരു കോളേജിൽ വെച്ച്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തതാണ് ആബിദ് അലി. ഓക്കെ, ആബിദ് അലി. ഇനി നമ്മൾ ദേശീയ ഗീതം പറയാം. ദേശീയ ഗീതം അതും 1950 ജനുവരി 24 തന്നെയാണ് എന്ത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ദേശീയ ഗാനം കഴിഞ്ഞാൽ പിന്നെ ദേശീയ ഗീതമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് അതിന്റെ എഴുതിയ ആള്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയ ആള്. ജാദുനാഥ് ഭട്ടാചാര്യാണ് എന്ത് സംഗീതം നൽകിയത്. സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യാണ്. സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ അല്ലെ. ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആയിരുന്നു നമ്മുടെ ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയത്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. അവിടെ പറഞ്ഞത് ശങ്കരാഭരണം എന്നുള്ള രാഗമാണ്. ഇവിടെയാണെങ്കിൽ ദേശീയരാഗം. അവിടെ ഇവിടെയും തന്നെ ബംഗാളി ഭാഷയാണ്. ഈ ദേശീയ ഗീതത്തിന് ഒന്നുകിൽ ബംഗാളി ഭാഷയാണ് നമ്മൾ ഓപ്ഷനിലുണ്ടെങ്കിൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്ത് സംസ്കൃതം കൂടി ഉൾപ്പെടുത്താട്ടോ. സംസ്കൃതം കൂടി അല്ലെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, സംസ്കൃതം കൂടി ചൂസ് ചെയ്യാം. കാരണം എന്താ, നമ്മുടെ ദേശീയ ഗീതം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്നുള്ള ഒരു നോവലിൽ നിന്നാണ്. ഓക്കെ, അതിനകത്ത് കുറെ സംസ്കൃതം രീതിയിലുള്ള ഒരു നോവലാണ് ആനന്ദമഠം. അതിന്റെ പറയുന്ന ഇതിവൃത്തം അല്ലെ, ആനന്ദമഠം എന്നുള്ള നോവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്യാസി കലാപാണ്. അതിൽ ഭവാനന്ദൻ എന്നുള്ള ഒരു ക്യാരക്ടറെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഭവാനന്ദൻ എന്നുള്ള ഒരു ക്യാരക്ടറെ കുറിച്ച് ഈ ആനന്ദമഠം എന്നുള്ള നോവലിൽ എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് സന്യാസി കലാപാണ്. ആനന്ദമഠം പബ്ലിഷ് ചെയ്ത 1882 ഓക്കെ. പോയറ്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 24 ജാദുനാഥ് ഭട്ടാചാര്യാണ് എന്ന് സംഗീതം നൽകിയത്. രാഗം ചോദിച്ചാൽ ദേശീയരാഗമാണ്, ബംഗാളി ഭാഷയാണ്. 65 സെക്കൻഡാണ് നമുക്ക് ആലപിക്കാൻ വേണ്ടത്. അവിടെ എത്രയായിരുന്നു? 52 സെക്കൻഡ് അല്ലെ. ചെറിയ രൂപമാണെങ്കിൽ 20 സെക്കൻഡ്, ഇവിടെയോ 65 സെക്കൻഡ്. അവിടെ നമ്മൾ പറഞ്ഞു 1911 കൽക്കട്ട സമ്മേളനത്തിൽ സരളാദേവി ചൗധരി റാണിയാണ് അത് ആദ്യമായിട്ട് ആലപിച്ചതെങ്കിൽ ഇവിടെ 1896 കൽക്കട്ട സെഷനിൽ ആരും ആലപിച്ചു? ടാഗോർ ആലപിച്ചു. ഓക്കെ, 1896 സെഷനിൽ ടാഗോർ ആലപിച്ചു. രവീന്ദ്രനാഥ ടാഗോറാണ് എന്ത് ആലപിച്ചത്? ദേശീയ ഗീതം. അപ്പോൾ ഓർത്തിരിക്കുക, ദേശീയ ഗാനം എഴുതിയ ആള് ടാഗോറാണ്, പക്ഷെ എഴുതിയ ആളാണോ ആലപിച്ചത്? അല്ല, സരളാദേവി ചൗധരി റാണി. ദേശീയ ഗീതം എഴുതിയ ആളാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പൊ ആലപിച്ചത് ടാഗോർ ആലപിച്ചത് ടാഗോർ. ഓക്കെ, ഇനി നമ്മള് പറയുന്നത് അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാ? അരവിന്ദ ഘോഷ. മദർ ഐ ബോ ടു ദി എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഏത്? ദേശീയ ഗീതം വന്ദേമാതരം പരിഭാഷപ്പെടുത്തിയതാണ് അരവിന്ദോ ഘോഷ്. വന്ദേമാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത് കർമ്മയോഗി എന്നുള്ള ഒരു മാസികയിലാണ് 1909. കർമ്മയോഗി എന്നുള്ള ഒരു മാസികയാണ് 1909. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓക്കെ,
അടുത്ത നമ്മൾ ദേശീയ ചിഹ്നത്തിലേക്ക് പോവാണ്. ദേശീയ ചിഹ്നം ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ട് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുക കേട്ടോ. ഈ ഒരു സമയം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അല്ലാണ്ട് എക്സ്ട്രാ ഇനി ഇപ്പോൾ ഇതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. ഇത് ഈ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദേശീയ ചിഹ്നം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് നമ്മൾ റിപ്പബ്ലിക് ആയ അതേ സമയത്ത് തന്നെയാണ് 1950 ജനുവരി 26. 1950 ജനുവരി 26. ഈ മുദ്ര നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇവിടെ പച്ച കളറാട്ടോ, പച്ച കളർ അല്ലേ? നമ്മുടെ ദേശീയ പതാക പോലെ തന്നെയാണ് ദേശീയ മുദ്രയും. മുകളില് കുങ്കുമ കളർ, നടുക്ക് വെള്ള, താഴെ പച്ച. അപ്പൊ ആ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് 3 സിംഹത്തിനെ കാണാം. ഓക്കെ, ബാക്കില് തിരിഞ്ഞേക്കണ ഒരു സിംഹമുണ്ട്. പിന്നെ ഇവിടെ താഴെ നോക്കി, ഇവിടെ പച്ച കളറിൽ, ഇതും പച്ച കളറാണ്. ഇവിടെ കാളയുണ്ട്, ഇവിടെ കുതിരയുണ്ട്. ഓക്കെ, ഈ കുതിരയുടെ ബാക്കിലായിട്ട് ഒരു സിംഹം കൂടിയുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാ? 5 സിംഹങ്ങളുണ്ട്. ഓക്കെ, സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്. സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്. ആരൊക്കെ? സിംഹം, കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന. സിംഹം എത്രണ്ണമുണ്ട്? 5 ഉണ്ട്. ഒരു കാളയുണ്ട്, ഒരു കുതിരയുണ്ട്, ഒരു ആന ഉൾപ്പെടെ എത്ര മൃഗങ്ങളുണ്ട്? 8 മൃഗങ്ങളുണ്ട്. അങ്ങനെ എത്ര മൃഗങ്ങളൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സിംഹം, കാള, കുതിര, ആന. എത്രണ്ണം? 3 സിംഹങ്ങൾ നമ്മുടെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു സിംഹം ബാക്കോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ 3 സിംഹത്തിന്റെയും താഴെയായിട്ടുണ്ട് കാളയുണ്ട്, കുതിരയുണ്ട്. നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് കാളയും ലെഫ്റ്റ് സൈഡിലുള്ള കുതിരയാണ്. ഓക്കെ, ഈ കുതിരയുടെ ബാക്കിലായിട്ട് ഒരു ആനയും കൂടിയുണ്ട്. ഓക്കെ, രൂപകൽപ്പന ചെയ്തത് നമ്മുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവിയാണ്. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവിയാണ്. ദേശീയ മുദ്രയിൽ ചുവട്ടിലെ ദേവനാഗിരി ലിപിയിൽ, ഏത് ലിപിയാണ്? ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ. മുണ്ടകോപനിഷത്ത് എന്നുള്ള ഉപനിഷത്തിൽ നിന്നാണ് എന്ത് നമ്മൾ ദേവനാഗിരി ലിപിയിലുള്ള സത്യമേവ ജയത എന്നുള്ള ആ വാക്യം എടുത്തിട്ടുള്ളത്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയതാണ് 2005. ഒന്ന് ഓർത്തിരിക്കണേ, ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയ വർഷമാണ് 2005. ഓക്കെ, 2005. ഇനി അടുത്തത് നമ്മുടെ ദേശീയ കലണ്ടറാണ് പറയുന്നത്. ദേശീയ കലണ്ടർ 1957 മാർച്ച് 22-നാണ് ഇത് അംഗീകരിച്ചത്. ദേശീയ കലണ്ടർ 1957 മാർച്ച് 22-നാണ് അംഗീകരിച്ചത്. ഇംഗ്ലീഷ് കലണ്ടറിലെ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 22-നാണ്. ലീപ് ഇയർ അതിവർഷമാണെങ്കിൽ മാർച്ച് 21-നായിരിക്കും. അതുകൊണ്ടാണ് ഈ മാർച്ച് 22 നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, മാർച്ച് 22 എടുത്തത് 57 മാർച്ച് 22. ഓക്കെ, ഇതൊക്കെ കുറച്ചൊന്ന് പാടെ ഓർത്തിരിക്കാൻ. അപ്പൊ എങ്ങനെയാലും ഓർത്തിരിക്കുക, സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ദേശീയ കലണ്ടർ 1957 മാർച്ച് 22. ഗാനവും ഗീതവും സെയിമാ 50 ജനുവരി 24. ദേശീയ മുദ്ര സെയിമാ 1950 ജനുവരി 26. ഇത് മാത്രം വെച്ച് ട്വിസ്റ്റാ 57 മാർച്ച് 22 അല്ലെ? മാർച്ച് 22 പ്രത്യേകത എന്താ? ജലദിനാണല്ലേ, ലോക ജലദിനാണ് മാർച്ച് 22. ജലദിനത്തിലാണ് ദേശീയ കലണ്ടർ ആയിട്ട് ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത്. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘ്നാഥ് സാഹ. ഇനി ശകവർഷത്തിന് ഫസ്റ്റ് ചൈത്രവും ലാസ്റ്റത്തെ മാസമാണെങ്കിൽ ഫാൽഗുനാണ്. ചൈത്രത്തിൽ തുടങ്ങി ഫാൽഗുണത്തിലെ എൻഡ് ചെയ്യും ശകവർഷം. ഓക്കെ, ഇനി നമ്മുടെ ദേശീയ മൃഗം 1972 പ്രഖ്യാപിച്ചു. റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായിട്ട് 1972 പ്രഖ്യാപിച്ചു. അപ്പൊ അത്രയും നാൾ എന്തായിരുന്നു? 1972 വരെ നമ്മുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. 72-ലാണ് എന്ത് നമ്മുടെ റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗമായിട്ട് വന്നത്. അതുവരെ ഉണ്ടായിരുന്നത് സിംഹം. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറേ ടൈഗ്രിസ്. പ്രൊജക്ട് ടൈഗർ ആണെങ്കിൽ 1973-ലാണ് ആരംഭിച്ചത് അല്ലെ? പ്രൊജക്ട് ടൈഗറിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പ്രൊജക്ട് ടൈഗർ എന്നുള്ള രീതിയിൽ 1973. ഓക്കെ, ദേശീയ മൃഗമായിട്ട് റോയൽ ബംഗാൾ കടുവയെ അംഗീകരിച്ചത് അങ്ങനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് 1972. ഇത്ര നാളും സിംഹമായിരുന്നു. 73-ലാണെങ്കിൽ പ്രൊജക്ട് ടൈഗർ. പാന്തറ ടൈഗ്രിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. പിന്നെ ദേശീയ പക്ഷി മയിലിനെ 1963-ലാണ് ദേശീയ പക്ഷിയാക്കിയത്. 1963 പാവോ ക്രിസ്റ്റാറ്റസ് ശാസ്ത്രീയ നാമം. ദേശീയ പക്ഷിയാക്കാൻ വേണ്ടി സലീം അലി, നമ്മുടെ പക്ഷി ശാസ്ത്രജ്ഞൻ, ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സലീം അലി. അദ്ദേഹം ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാൻഡിനെ. പക്ഷെ ആക്കിയത് എന്താ? 1963 ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചത് പാവോ ക്രിസ്റ്റാറ്റസ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ മയിലിനെ. ഓക്കെ, ഇനി ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ആക്കിയത് 2009 ഒക്ടോബറിലാണ്. 2009-ലാണ് ഇത് ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിൻ തന്നെ. അതിനു മുമ്പ് 2008 നവംബർ 4-ന് എന്താ പ്രത്യേകത? 2008 നവംബർ 4 ഗംഗ ദേശീയ നദിയായിട്ട് വരും കേട്ടോ. ദേശീയ നദിയായിട്ട് ഗംഗേനെ പ്രഖ്യാപിക്കുന്നത് 2008 നവംബർ 4-നാണ്.
ദേശീയ ജലജീവിയായിട്ട് നമ്മുടെ ഗംഗാ ഡോൾഫിൻ വരും 2009. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസ്റ്റ് ഗാൻജറ്റിക്ക. ഓക്കെ, പ്ലാറ്റിനിസ്റ്റ് ഗാൻജറ്റിക്ക. ഔദ്യോഗിക മൃഗമുള്ള ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. എവിടെ? അസമിലെ ഗുവാഹത്തി. അവരുടെ ഔദ്യോഗിക മൃഗമാണ് എന്ത്? ഗംഗാ ഡോൾഫിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ ജലജീവിയായിട്ടുള്ള ഗംഗാ ഡോൾഫിൻ ഔദ്യോഗിക മൃഗമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഗുവാഹത്തിയാണ്, അസമിലുള്ള ഗുവാഹത്തി. ഇനി ദേശീയ പ്രതിജ്ഞയാണ് എന്ത്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഓരോ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ. അത് എഴുതിയത് പൈതമാരി വെങ്കട സുബ്ബറാവു ആണ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതമാരി വെങ്കട സുബ്ബറാവുവും. ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷയാണ്, നമുക്കറിയാം, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഓരോ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അത് പ്രതിജ്ഞ എഴുതപ്പെട്ട ഭാഷ ചോദിച്ചാൽ തെലുങ്കാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, പൈതമാര വെങ്കട സുബ്ബറാവു എന്നൊക്കെ പറയുന്നത് തെലുങ്കിലുള്ള ആൾക്കാരാണ് അല്ലേ. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിൽ സ്കൂളുകളിൽ ചെല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് MC ചഗ്ല. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയ വർഷമാണ് 1965 ജനുവരി 26. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആയി. ദേശീയ ചിഹ്നങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്മീഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT 7ാമത്തെ ചാപ്റ്ററിൽ, ഇതാണ് 7ാമത്തെ ചാപ്റ്റർ, ജനാധിപത്യത്തിൻ്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് എല്ലാ കമ്മീഷൻസും എടുത്തു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 10th പ്രിലിമിനറിന്ന് പറയാൻ നേരത്തെ കൂടുതലും ബേസിക് ഫാക്റ്റും SCERT കണ്ടന്റുമാണ് കൂടുതലായിട്ട് വരുന്നത്, പിന്നെ PYQ. ഓക്കെ, അപ്പോൾ ഈ 3 പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കമ്മീഷൻസ് നമ്മുടെ SCERTയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് വിവരാവകാശ കമ്മീഷൻ നമുക്ക് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിവരാവകാശം മാത്രം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ അല്ലേ? ആദ്യം തന്നെ വിവരാവകാശ കമ്മീഷന് പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നിയമം, അതിൻ്റെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. വിവരാവകാശവും മനുഷ്യാവകാശമാണ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ. വിവരാവകാശ നിയമം അത് വരുന്നതിന് മുമ്പ് ഒരു സംഘടന വിവരാവകാശ നിയമം വരുന്നതിന് വേണ്ടി ചുവടുവയ്പ് നടത്തി അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ പ്രവർത്തനത്തോടു കൂടിയാണ് വിവരാവകാശ നിയമം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വിവരാവകാശ നിയമം വന്നത്. 1990 അരുണ റോയ് നേതൃത്വം കൊടുത്ത മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണെന്ത് വിവരാവകാശം വരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. ഓർത്തിരിക്കണേ, 1990 അരുണ റോയ് രൂപം കൊടുത്ത മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശ നിയമം നമ്മുടെ ഇന്ത്യയിൽ വരുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. 1989 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ വിവരാവകാശ നിയമം എന്നുള്ള ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇനി ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണ് സ്വീഡൻ. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണ് സ്വീഡൻ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം കൊണ്ടുവന്നത് തമിഴ്നാടാണ്. ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് 1997. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അപ്പോൾ രാജസ്ഥാൻ ഒന്ന് അല്ലേ? രാജസ്ഥാൻ ഈ പറയാട്ടോ 2005 നമ്മൾ വിവരാവകാശ നിയമം വരും. ഈ 2005 വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാലാണ് രാജസ്ഥാൻ. അതല്ലാതെ ക്യാഷ്വലായിട്ട് വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ 1997 തമിഴ്നാട് പാസ്സാക്കിയിട്ടുണ്ട്. ഇനി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് എന്ത് മുൻഗാമി. നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇതിനു മുമ്പ് നമ്മൾ 2002 ജനുവരി 26 പഠിച്ചിരുന്നു. എന്താ? ഫ്ലാഗ് കോഡ് ഓർക്കണ്ടോ? 2002 ജനുവരി 26 പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായിട്ട് ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 55ാമത്തെ രാജ്യമായിട്ടാണ്. ആദ്യം പാസ്സാക്കിയത് ആരാ? സ്വീഡൻ അല്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഓക്കെ, ഈ ആക്റ്റാണ് ആദ്യമായിട്ട് ഇത് സംസ്ഥാനത്ത് വന്നത്, രാജസ്ഥാനിൽ വന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. ഓക്കെ, ഇനി പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം 2005 ജൂൺ 15 പാർലമെന്റ് പാസ്സാക്കിയത്. 2005 ജൂൺ 15. പക്ഷെ അത് നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12.
ഓക്കെ, ഈ 2005 ഒക്ടോബർ 12 തന്നെയാണ് എന്ത് വിവരാവകാശ കമ്മീഷൻ വന്നത്. എന്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വന്നത്. ഓക്കെ, 2005 ഒക്ടോബർ 12 തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്ന് പറയപ്പെടുന്ന വിവരാവകാശ നിയമമാണ്. ഈ വിവരാവകാശ നിയമം 2005 ജൂൺ 15 പാർലമെന്റ് പാസ്സാക്കിയത്. പ്രാബല്യത്തിൽ നിലവിൽ വന്നത് എന്താണ്? പ്രാബല്യത്തിൽ അല്ലെങ്കിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതും 2005 ഒക്ടോബർ 12 ആ സമയത്ത് APJ അബ്ദുൽ കലാമാണ് പ്രസിഡന്റ്. ആ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് അല്ലെ, ഒരു പ്രസിഡന്റ് ഒപ്പുവെക്കാൻ നേരത്തെ മാത്രമാണ് എന്ത് ഒരു നിയമമായിട്ട് മാറുള്ളൂ അല്ലെ. അപ്പോൾ ആ ബില്ലിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാമാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു അല്ലെ, പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി വിവരാവകാശ ഭേദഗതി നിയമം 2019 ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ടായി 2019. ഓക്കെ, പിന്നെ നമ്മുടെ വിവരാവകാശത്തിൽ മൊത്തത്തിൽ 6 ചാപ്റ്ററും 31 സെഷനും 2 ഷെഡ്യൂളുമാണ് പറയുന്നത്. ഓക്കെ, അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 6 ചാപ്റ്ററും 31 സെഷനും 2 ഷെഡ്യൂളും ആണെന്ത് നമ്മുടെ വിവരാവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. 6 അധ്യായങ്ങൾ 31 വകുപ്പുകൾ, 2 പട്ടികകൾ. ഓക്കെ, അതിൽ 6 അധ്യായം എന്ന് ഞാൻ പറഞ്ഞില്ലേ, 6 അധ്യായത്തിൽ അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പറയുന്നത്, അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറയുന്നത്. ഓക്കെ, അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനും അധ്യായം 4 എന്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും പറയുന്നത്. നമ്മൾ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 ഒക്ടോബർ 12 തന്നെയാണ്. അന്നാണ് നിയമം പ്രാബല്യത്തിൽ നിലവിൽ വന്നത്. വിവരാവകാശ നിയമം 2005 12 വകുപ്പ് പ്രകാരം എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകളുണ്ട് അല്ലെ. 6 അധ്യായം 31 വകുപ്പ്, 2 പട്ടിക 6 അധ്യായം 31 വകുപ്പ്, 2 പട്ടിക. അതിൽ എത്രാമത്തെ വകുപ്പ് പ്രകാരം? 12ാമത്തെ വകുപ്പ് പ്രകാരമാണ് എന്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു. എന്ത് സെക്ഷൻ 12 വകുപ്പ് 12 1 പ്രകാരം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് വിവരാവകാശ നിയമം അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനൊക്കെ വരുന്നത്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും എത്ര അംഗങ്ങളുണ്ട്? 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും. അപ്പോൾ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും എത്ര അംഗങ്ങൾ? എത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരെ പറ്റും? മാക്സിമം 10 പേരും. ഓക്കെ, മാക്സിമം 11 പേര് പറ്റും. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന സെക്ഷൻ. അറിഞ്ഞണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. 12 ഓക്കെ, അപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ഓക്കെ, ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. ആദ്യത്തെ ആൾ ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ള. ആദ്യത്തെ വനിത ചോദിച്ചാൽ ദീപക് സന്ധു. രണ്ടാമത്തെ വനിത ചോദിച്ചാൽ സുഷമ സിംഗ്. ഓക്കെ, CIC ഭവനാണ്, ന്യൂഡൽഹിയിലുള്ള CIC ഭവനാണ് ഇതിന്റെ ആസ്ഥാനം. പണ്ട് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. ഇപ്പോൾ CIC ഭവനാണ്. നമ്മൾ ആദ്യത്തെ ആൾ പറഞ്ഞു വജാഹത്ത് ഹബീബുള്ള അല്ലെ. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിൽ രാജ്കുമാർ ഗോയലാണ്. ഓക്കെ, ഇദ്ദേഹമാണ് നിലവില് നമ്മുടെ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, ഇനി ഈ വിവരാവകാശ കമ്മീഷണറെ സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് പ്രധാനമന്ത്രി ഉണ്ട്. അതുപോലെ തന്നെ പൊസിഷനുള്ള ആളല്ലേ ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ഓപ്പോസിഷൻ ലീഡർ, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇങ്ങനെയുള്ള 3 അംഗ സമിതിയാണ് എന്ത് ഈ സമിതി അല്ലെങ്കിൽ ഈ കമ്മിറ്റിയാണ് എന്ത് വിവരാവകാശ കമ്മീഷണറെ ചൂസ് ചെയ്യുന്നത്. ആരൊക്കെ? പ്രധാനമന്ത്രി ഉണ്ട്. ഓക്കെ, തത്തുല്യമായിട്ട് ഓപ്പോസിഷനിലുള്ളതാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഓപ്പോസിഷൻ ലീഡർ. ഇനി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. ഇനി പ്രസിഡന്റ് ആണ് എന്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും രാജിക്കത്ത് നീക്കം ചെയ്യുന്നത്. ഇതൊക്കെ ആരൊക്കെയാണ്? പ്രസിഡന്റിനാണ് അധികാരമുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിലല്ലേ. ഓക്കെ, അപ്പൊ അതെല്ലാം പ്രസിഡന്റാണ്. നമ്മളിപ്പോൾ പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരാൻ നേരത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരുമ്പോൾ ഇവിടെ എല്ലാം എന്താ ഗവർണറാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസിഡന്റ്. ഇനി വിവരാവകാശ കമ്മീഷണർ, ചീഫ് വിവരാവകാശ കമ്മീഷണർക്ക് എന്താ ഇതില്ല കേട്ടോ, വീണ്ടും പദവിയിലേക്ക് എത്താനുള്ള കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു കൊണ്ടുപോയി, പുനർനിയമനം ഉണ്ടാവില്ല. ഇനി അങ്ങനെയുള്ള ആൾക്കാർ, അതായത് കമ്മീഷണർമാരൊക്കെ താഴെ പറയുന്ന കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല. കാരണം എന്താ? പാർലമെന്റിന്റെ അംഗമായിട്ടുള്ള ഒരാൾക്ക് കമ്മീഷണറായിട്ടിരിക്കാൻ പാടില്ല. ഏതെങ്കിലും നിയമസഭയിൽ അംഗമായിട്ടുള്ള ഒരാൾക്കും കമ്മീഷണറായിട്ടിരിക്കാൻ പറ്റില്ല. മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുന്ന ആർക്കും പറ്റില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്കും വിവരാവകാശ കമ്മീഷണറായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ,
ഇനി നമ്മൾ പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഓക്കെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 2005 ഒക്ടോബർ 12 ബില്ല് പാസ്സായത് 2005 ജൂൺ 15 അല്ലേ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന അരുണ റോയ് 1990 അല്ലേ, ഒക്കെ ഓർക്കണല്ലേ. അപ്പോൾ ഇവിടെ നോക്കി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 തന്നെയാണ്. 2005 ഒക്ടോബർ 12 വന്നു. നവംബർ ഡിസംബർ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നു. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അവിടത്തെ പോലെ തന്നെ 1ഉം 10ഉം ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അവിടെ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, പിന്നെ ആരാ? ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരുന്നു. അപ്പൊ അതേ രീതിയിൽ ഇവിടെ ആരായിരിക്കും? സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടായിരിക്കും, ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ 3 അംഗ സമിതി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ? പ്രസിഡന്റാന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവർണറാണ്. നിയമനം, സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിലാ? ഗവർണർ മുമ്പിൽ. രാജിക്കത്ത് ആർക്കാ കൊടുക്കേണ്ടത്? ഗവർണർക്ക്. നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാ? ഗവർണർക്ക്. അവിടെ എല്ലാം പ്രസിഡന്റാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവൺമെന്റുകൾക്കാണ്. കേന്ദ്ര സർക്കാരിന് അവിടെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്, ഇവിടെ സംസ്ഥാന സർക്കാരിന്. ഇനി പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആദ്യത്തെ ആൾ. നിലവിലാണെങ്കിൽ വി ഹരിനായർ പഠിച്ചുപോണേ. നിലവിലെ വി ഹരിനായർ. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരം. മറ്റേതാണെങ്കിൽ CIC ഭവൻ ന്യൂഡൽഹിയാണ്. ഇവിടെ വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി നമ്മൾ SCRT ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഇനി പഠിക്കുന്നത്. സർവ്വദേശീയ, അതായത് ലോകത്തിലെ തന്നെ ദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10 കേട്ടോ. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. ഇത് ഡിസംബറിലെ കലണ്ടർ അല്ലേ, 10-ാം തീയതി അല്ലേ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? ഡിസംബർ 10. 1993 ഒക്ടോബർ 12. ആദ്യം പറഞ്ഞ 2005 ഒക്ടോബർ 12. അപ്പൊ ഡേറ്റ് സെയിം ആട്ടോ അല്ലെ. വിവരാവകാശം 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കി 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. പഠിച്ചു പോണേ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. എത്ര? 6 അംഗങ്ങൾ. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. എത്ര അംഗങ്ങൾ? 6 അംഗങ്ങളാണ് നമ്മുടെ ഈ കമ്മീഷനിലുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും ഇത് അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് അല്ലെ. ഇവിടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി. ആദ്യത്തെ ആളാണെങ്കിൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ആള്. നിലവിലെ റിട്ടയർഡ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യാണ്. റിട്ടയർഡ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യാണ് നിലവിലെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷണർ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ കേട്ടോ കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ജസ്റ്റ് ഒന്ന് നോക്കുക. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായിട്ട് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. കമ്മീഷൻ വന്നതാണ് 93 ഒക്ടോബർ 12. നിയമം പ്രാബല്യത്തിൽ വന്നതാണ് 93 സെപ്റ്റംബർ 28. ഓർത്തു വെക്കണേ, സെപ്റ്റംബർ 28. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. കാണുന്നില്ലേ? അല്ലേ. ഈ നിയമത്തില് മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ഓർത്തിരിക്കണേ. മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാന്ന് പറഞ്ഞു. അതല്ലാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട്. 6 അംഗങ്ങളാണ് സ്ഥിരമായിട്ടുള്ളത്. അതല്ലാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എത്ര അംഗങ്ങളാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് 6 അംഗങ്ങളാണ്. അതല്ലാതെ എക്സ്ട്രാ 7 അംഗങ്ങളും കൂടിയുണ്ട്. അതാണ് ഇത് ഇവിടെ പറയുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന ഇങ്ങനെയുള്ള നിർവചനം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ നോക്കാം.
മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്തുക. നമ്മൾ ഏത് കമ്മീഷനാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയാണ് കമ്മീഷൻസ് വരുന്നത്. വനിതാ കമ്മീഷൻ ആണെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുക, അതൊക്കെയാണ് ലക്ഷ്യം. മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ ആ എല്ലാ മനുഷ്യരുടെയും ഉന്നമനത്തിനും അവരുടെ അവകാശത്തിനും അതിനൊക്കെ വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപ്പം അതിന്റെ ചുമതല അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയില്, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. പിന്നെ എന്താ പറഞ്ഞത്, നിയമപാലകർ ഉൾപ്പെടെയുള്ള സേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിന് വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ റീഡ് ചെയ്ത് കിട്ടാവുന്നതുള്ളൂ. എല്ലാം മനുഷ്യാവകാശവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായിട്ട് സംസ്ഥാനങ്ങളിലും ഇല്ലേ. 1998 ഡിസംബർ 11 എന്ത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. 1998 ഡിസംബർ 11. ആദ്യത്തെ ആളാണ് ആര്? ജസ്റ്റിസ് MM പരീത് പിള്ള. നിലവിലെ ആളാരാണ്? റിട്ടയർഡ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. കേന്ദ്രത്തിലാണെങ്കിൽ 6 അംഗങ്ങൾ അല്ലെ. കേന്ദ്രത്തിലാണെങ്കിൽ 6 അംഗങ്ങൾ, കേരളത്തിലാണെങ്കിൽ 3 അംഗങ്ങളാണുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞു വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. അതേ രീതിയിൽ ഇവിടെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. പക്ഷെ നീക്കം ചെയ്യുന്നത് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ്. ഇവിടെ നോക്കി, അവരുടെ ചുമതലകൾ അതുല്യ നീതി ഉറപ്പുവരുത്തുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക അല്ലെ. വനിതാ കമ്മീഷൻ നോക്കാം. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 1992 ജനുവരി 31 എന്ത് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് എന്ത് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ഓർത്തിരിക്കണേ, ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണെന്ത് അംഗങ്ങളുടെ കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനും വിപുലമായ അധികാരങ്ങളും ചുമതലയുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. ഓക്കെ, 3 വർഷമാണ് ഔദ്യോഗിക കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കേട്ടോ. 92 ജനുവരി 31 വനിതാ കമ്മീഷൻ വന്നത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, ചെയർപേഴ്സണും 5 അംഗങ്ങളും, മൊത്തം 6 അംഗങ്ങളുണ്ട്. പിന്നെ ഒരു സെക്രട്ടറി ഉണ്ട്. ഓക്കെ, അത് അംഗമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. മെമ്പർ സെക്രട്ടറി എക്സെപ്ഷൻ ആയിട്ട് ഒരാളും കൂടിയുണ്ട്. അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായിട്ട് വിപുലമായ അധികാരങ്ങളാണ് ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷന് ഉള്ളത്. ഓക്കെ, അന്താരാഷ്ട്ര വനിതാ ദിനമാണെന്ന് മാർച്ച് 8. ഓക്കെ, മാർച്ച് 8. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹ്യ മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാചരിക്കുന്നു? മാർച്ച് 8 ആചരിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായിട്ട് സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര UN ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക ഇവരുടെ ചുമതലയാണ്. ഒരു ചുമതല. ഇനി രണ്ടാമത്തെ ചുമതല സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മൂന്നാമത് വരുന്നത് ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. നാലാമത് വരുന്നത് സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. 5 വരുന്നത് സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. 6 വരുന്നത് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നയരൂപീകരണത്തിന് സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഓർത്തിരിക്കണേ, വനിതാ കമ്മീഷൻ സർക്കാരുകൾക്ക് ഉപദേശം നൽകുന്നുണ്ട്. ഏത് രീതിയിൽ? സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നയരൂപീകരണത്തിനൊക്കെ സർക്കാരെ ഉപദേശിക്കുന്നുണ്ട്.
1961 എന്ത് സ്ത്രീധന നിരോധന നിയമം വന്നത് അല്ലെ. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്നതിന് വേണ്ടി സ്ത്രീധനത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ തടയുന്നതിനൊക്കെ വേണ്ടി 1961 പാർലമെന്റ് പാസ്സാക്കിയതാണ് സ്ത്രീധന നിരോധന നിയമം. ഓക്കെ, നമ്മുടെ വനിതാ കമ്മീഷന്റെ ഫസ്റ്റത്തെ ആളാണ് ആര്? ജയന്തി പട്നായിക്. രണ്ടാമത്തെ ആളാണ് ആര്? ഡോക്ടർ വി മോഹിനിഗിരി. ഓക്കെ, ആദ്യത്തെ ആള് ജയന്തി പട്നായിക്, രണ്ടാമത്തെ ആള് വി മോഹിനിഗിരി. പിന്നെ 2 തവണയായിട്ടുള്ള ആൾക്കാരാണ് എന്ത്? ഗിരിജ വ്യാസും രേഖാ ശർമ്മയൊക്കെ. നിലവിലെ ആളാരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ്. ഓക്കെ, വിജയ് കിഷോർ രഹത്കർ. ഗാർഹിക പീഡന നിരോധന നിയമം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ 2005 നിരോധന നിയമം എന്ന് പറയുന്നത്. ബില്ല് കൊണ്ടുവന്നത് 2005. പക്ഷെ നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഇത് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ 2005. ഗാർഹിക പീഡന നിരോധന നിയമം 2005, പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. ക്ലിയർ അല്ലേ? എന്താ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പു നൽകുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സംസ്ഥാന വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല നമുക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ പറയണ്ടേ. സുഗതകുമാരിയാണ് എന്താ ആദ്യത്തെ ചെയർപേഴ്സൺ. നിലവിലെ ആൾ ആരാണ്? പി സതിദേവി. എത്രാമത്തെയാണ്? 7ാമത്തതാണ്. എന്ന് വന്നു 1996 മാർച്ച് 14 വന്നു അല്ലേ. ആദ്യം നമ്മൾ കേന്ദ്രം പറഞ്ഞത് 92 ജനുവരി 31 പറഞ്ഞത്, മറന്നു വരരുത് കേട്ടോ. 92 ജനുവരി 31. ഇവിടെ 96 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ വന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96 മാർച്ച് 14. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി ആയിരുന്നു. ചെയർപേഴ്സനെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ഓക്കെ, എത്ര പേര്? ചെയർപേഴ്സനെ കൂടാതെ 4 അംഗങ്ങൾ. അപ്പൊ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഇവിടെ നമ്മൾ എത്ര പറഞ്ഞത്? 6 പേരാണ്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി അടങ്ങുന്നതാണെന്ത് കേന്ദ്രത്തിൽ പറഞ്ഞത്. സംസ്ഥാനത്തിലാണെങ്കിൽ ചെയർപേഴ്സനെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ്. അപ്പോൾ മൊത്തം 5 പേര്. 5 വർഷമാണ് ഇവരുടെ ഔദ്യോഗികമായ കാലാവധി. 5 വർഷമാണ് ഔദ്യോഗികമായ കാലാവധി. കേന്ദ്രത്തിലാണെങ്കിൽ 3 വർഷമുള്ളൂ. 365. ഇവിടെ 5 വർഷം ഔദ്യോഗിക കാലാവധി ഉണ്ട്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക അല്ലെ, അല്ലെങ്കിൽ ഉപദേശം നൽകുക തുടങ്ങിയവയ്ക്ക് കമ്മീഷൻ ചുമതലപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വന്നതെന്ന് അവരുടെ അംഗങ്ങളുടെ കാലാവധി, എത്ര അംഗങ്ങളുണ്ട്, ആദ്യത്തെ ആളാരാണ്, ഇപ്പോഴത്തെ ആളാരാണ്, അതൊക്കെ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പഠിച്ചിരിക്കുക. ഓരോ കമ്മീഷൻ പഠിക്കാൻ നേരത്ത് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും നമ്മുടെ അടുത്ത് എക്സ്ട്രാ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്തിടെയാണ് പുതിയ ഗവൺമെന്റ് ഒക്കെ വന്നത്, പുതിയ ഇലക്ഷനൊക്കെ നടന്നു. അപ്പോൾ ഇലക്ഷൻ ബേസ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സും ചോദിക്കാം, പിന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും നമുക്ക് ചോദിക്കാം. ഓക്കെ, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോഡിയാണ് അല്ലേ. ഇലക്ഷൻ കമ്മീഷനൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോഡിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം 1950 ജനുവരി 25. ഓക്കെ, ആർട്ടിക്കിൾ 324 ഓക്കെ, ആർട്ടിക്കിൾ 324 നിലവിൽ വന്നത് 1950 ജനുവരി 26 എന്ത് റിപ്പബ്ലിക് ആയത്. റിപ്പബ്ലിക് ആവുന്നതിനും ഒരു ദിവസം മുമ്പായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും അടക്കം 3 അംഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ആള് സുകുമാർ സെൻ ആയിരുന്നു. ഇപ്പോഴത്തെ ആള് ജ്ഞാനേഷ് കുമാറാണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവരുടെ കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവരുടെ കാലാവധി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സംസ്ഥാനത്തൊക്കെ ഇലക്ഷൻ നടക്കും അല്ലെ. സംസ്ഥാനത്തെ MLA-മാരുടെയൊക്കെ ഇലക്ഷൻ നടക്കാൻ നേരത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ അഥവാ CEO ആണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അല്ലെ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ല ഈ MLA-മാരുടെ തെരഞ്ഞെടുപ്പൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തേക്ക് ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പൊസിഷൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിയമിച്ചിട്ടുള്ള ആളാണ് ആര്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഓക്കെ, ചീഫ് ഇലക്ടറൽ ഓഫീസർ.
1950 ജനുവരി 25-നാണ് എന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി 25 ദേശീയ സമ്മതിദാന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്നോട്ടാ 2011 തൊട്ടാണ് എന്ത് ദേശീയ സമ്മതിദാന ദിനമായിട്ട് ജനുവരി 25 നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25-നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയ്ക്കാണ് ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കാൻ 2011 തൊട്ട് തുടങ്ങിയത്. സുകുമാർ സെൻ ആണ് എന്ത് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ, സുകുമാർ സെൻ. ഇപ്പോഴത്തെ ആളാരാണ്? ഗ്യാനേഷ് കുമാർ. ഓക്കെ, ഗ്യാനേഷ് കുമാർ അറിയില്ലേ? ഗ്യാനേഷ് കുമാർ എവിടെ? ഗ്യാനേഷ് കുമാർ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അതുകൂടാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. നമ്മുടെ 73, 74 ഭേദഗതി അല്ലെ, 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി എന്താ പ്രത്യേകത? പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റി ആക്ട് അല്ലെ. പഞ്ചായത്ത് രാജാണ് 73-ാം ഭേദഗതിയിലൂടെ വന്നത്. മുനിസിപ്പാലിറ്റി ആക്ടാണ് 74-ാം ഭേദഗതിയിലൂടെ നിലവിൽ വന്നത്. അപ്പോൾ ആ ഭേദഗതിയിലൂടെയാണ് ഇത് സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനയുടെ 243K അല്ലെങ്കിൽ 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിർവഹിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് കമ്മീഷനാണ്. നിലവിൽ വന്നത് 93 ഡിസംബർ 3. നിലവിൽ വന്നത് 93 ഡിസംബർ 3. ഓക്കെ, 1993 ഡിസംബർ 3-നാണ് ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിന് മുമ്പ് ഒരു ദിവസം മുന്നേ വന്നു അല്ലേ, 1950 ജനുവരി 25-ന് വന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് എന്തിനെ തുടർന്നാ? പഞ്ചായത്ത് രാജ് അല്ലെ. 1993-ലെ 73-ാം ഭരണഘടനാ ഭേദഗതി 93. ഓക്കെ, അതിനെ തുടർന്ന് പിന്നെ 74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1993 ഡിസംബർ 3-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. 243K അല്ലെങ്കിൽ 243ZA എന്നീ 2 ആർട്ടിക്കിൾ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെന്താ പറഞ്ഞത്? പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതൊക്കെയാ? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അല്ലെ. ഈ 3 സ്ഥലങ്ങളിലെയും മെമ്പർമാര് അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർമാര് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ ആൾക്കാർ, അംഗങ്ങൾ, അവരുടെയൊക്കെ ഇലക്ഷൻ സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്ന, മേൽനോട്ടം കൊടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബാക്കി എല്ലാ ഇലക്ഷനും നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി നമുക്ക് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. 93 മെയ് 17-നാണ് ന്യൂനപക്ഷ കമ്മീഷൻ വന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വന്നത് 93 മെയ് 17-നാണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും, മൊത്തം അപ്പോൾ 7 അംഗങ്ങളുണ്ട്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ മൊത്തം 7 അംഗങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ആരെ നിയമിക്കും? രാഷ്ട്രപതി നിയമിക്കും. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. 3 വർഷമാണ് കാലാവധി. 7 അംഗങ്ങളുണ്ട്, 3 വർഷം കാലാവധി. 1993 മെയ് 17 നിയമിക്കുന്നത് രാഷ്ട്രപതി, നിർദ്ദേശം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവരുടെ ചുമതലയാണ് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ഞാൻ പറഞ്ഞു, മനുഷ്യാവകാശം ആയിക്കോട്ടെ, മനുഷ്യാവകാശം ആയിക്കോട്ടെ, വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ, ന്യൂനപക്ഷ കമ്മീഷൻ ആയിക്കോട്ടെ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ അവരുടെ ആ ഒരു വിഭാഗത്തിന് വേണ്ടി വന്നതല്ലേ. അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കും, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയായിരിക്കും അല്ലേ. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കോടതിയിൽ എന്തെങ്കിലും കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ കക്ഷി ചേരാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കുറേ റിപ്പോർട്ട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. അതൊക്കെ എന്താ നമ്മളൊരു കോമൺ സെൻസിൽ ഇതൊക്കെ എന്താ എക്സാമിന് ചോദിച്ചാലും എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾ ശുപാർശകൾ നടത്തുകയും ചെയ്യുക, അവർക്കുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പറയുന്നത്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ 93 മെയ് 17 എത്ര അംഗങ്ങൾ? 7 അംഗങ്ങൾ. എത്ര വർഷ കാലാവധി? 3 വർഷ കാലാവധി. ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന നിയമം വന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. 1993 കേന്ദ്രം വന്നു മെയ് 17. 20 വർഷം കഴിഞ്ഞ് 2013 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വന്നു.
ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങൾ, ഇവിടെ മൊത്തം 4 അംഗങ്ങളുള്ളൂ, മറ്റവിടെ 7 അംഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്, അല്ലെ, ഗവർണർ അപ്പോയിന്റ് ചെയ്യും. ഇനി 3 വർഷമാണ് എന്ത് അംഗങ്ങളുടെ കാലാവധി, 3 വർഷം. അവിടെ 3 വർഷം തന്നെയാണ് നമ്മൾ പറഞ്ഞത് അംഗങ്ങളുടെ കാലാവധി. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോകാം കേട്ടോ. പിന്നെ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നേ അവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഇനി ഭരണഘടന അനുസൃതമായിട്ട് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ 29ഉം 30ഉം ആർട്ടിക്കിൾസ് ചർച്ച ചെയ്തിരുന്നു അല്ലേ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 29ഉം അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 30ലുമാണ്. അടുത്ത നമ്മുടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2004 2 കമ്മീഷന് നിലവിൽ വന്നത്. 2004 ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് കമ്മീഷൻ. അപ്പോൾ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. അംഗങ്ങൾ എത്ര പേര്? അംഗങ്ങൾ 5 പേര്. കാലാവധി 3 ആണ്. കാലാവധി 3 വർഷമാണ്. ഇനി ഇവരുടെ ഒരു ചുമതല നമുക്ക് നോക്കാം. പട്ടികജാതി പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല എന്തിനു ബേസ് ചെയ്തിട്ടാ? പട്ടികജാതി പട്ടിക വർഗ അതിക്രമം തടയൽ നിയമം 1989 ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുക, SC/ST വിഭാഗക്കാരുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, SC/ST വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഓക്കെ, എല്ലാം ഓൾമോസ്റ്റ് സെയിം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇനി കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ നമുക്ക് നോക്കാം. നിലവിൽ വന്നത് 2007ലാണ്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2007. Specifically, the Kerala State Commission for the Scheduled Caste and Scheduled Tribe Act 2007. 2007 നിയമപ്രകാരം 2007ലാണ് എന്ത് കേരള SC/ST കമ്മീഷൻ വന്നത്. ഓക്കെ. The Act came into force on January 1, 2008. ഓക്കെ, ആ നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ജനുവരി 1-നാണ്. 2007 നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ജനുവരി 1 തൊട്ടാണ്. ഓക്കെ, പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ്. മൊത്തം 3 അംഗങ്ങളാണ് എന്ത് കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷനിലുള്ളത്. ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. 3 വർഷമാണ് കാലാവധി. 3 അംഗങ്ങളും 3 വർഷമാണ് കാലാവധി ഗവർണർ നിയമിക്കും. 3 അംഗങ്ങളും 3 വർഷ കാലാവധി ഗവർണർ നിയമിക്കും. ദേശീയത്തിലാണെങ്കിൽ 5 അംഗങ്ങളും 3 വർഷ കാലാവധി പ്രസിഡന്റ് നിയമിക്കും. 2004ലാണ് വന്നത്. 2004 അവിടെ 2 കമ്മീഷൻസ് ഉണ്ട് കേട്ടോ. ദേശീയ പട്ടികജാതി കമ്മീഷനുണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷനുണ്ട്. പക്ഷെ കേരളത്തിലാണെങ്കിൽ രണ്ടും സംയുക്തമായിട്ട് ഒറ്റ കമ്മീഷനുണ്ട്, SC/ST കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുണ്ട്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ അംബേദ്കർ ഇവർക്കൊക്കെ എന്താ അധസ്ഥിതരായ വിഭാഗം, പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവാണ് അല്ലേ അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ ശില്പി, ഭരണഘടന എഴുതി തയ്യാറാക്കിയ ആള് അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കോട്ട് നോക്കാം. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കണമെന്നതാകണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക എന്നത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്ന് പറഞ്ഞു 1927 ഫെബ്രുവരി 24 ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ബജറ്റിന്റെ പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കാം, 93ലാണ് കമ്മീഷൻ വന്നത്. പറയാം, രാജ്യത്തെ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ വന്നിട്ടുള്ളത്. സാമൂഹികവും വിദ്യാഭ്യാസപരവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി 93 കമ്മീഷൻ നിലവിൽ വന്നു. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉൾപ്പെടെ 5 പേര് അല്ലേ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും, അപ്പോൾ ടോട്ടൽ 5 പേരാണ് കമ്മീഷനിലുള്ളത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. നമ്മൾ കേന്ദ്രത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പറഞ്ഞില്ലേ, അതിൽ 5 അംഗങ്ങളാണ്, 3 വർഷമാണ് കാലാവധി, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്, അങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പിന്നോക്ക വിഭാഗ കമ്മീഷനിലുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാൻ നേരത്ത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് പോകാൻ നേരത്ത് ഇവർ പറയുന്ന കാലാവധി അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം അല്ലേ, അതൊക്കെ സിമിലർ ആയിട്ട് വരുന്നത് കണക്ട് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും, ടാസ്ക് അല്ല ഒരു കുറച്ച് പാടായിരിക്കും. 5 വർഷമാണോ 3 വർഷമാണോ അങ്ങനെയൊക്കെ നമുക്ക് സംശയം വരാം. അതുകൊണ്ടാണ് പറയുന്നത് നോട്ട് ചെയ്തിട്ട് ആ ഒരു താരതമ്യം ചെയ്ത് പഠിച്ചു പോകുക കേട്ടോ. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് കേട്ടോ. 2018 1993 കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞപ്പോഴാണ് 2018 ഭരണഘടനാ പദവി കോൺസ്റ്റിറ്റ്യൂവന്റ് ബോഡി ആവുന്നത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇവരുടെ ചുമതല എന്താ? പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പിലാക്കുക. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾ സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക. കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞു 93 വന്നു, 2018 പദവി ലഭിച്ചു, ഭരണഘടനാ പദവി ലഭിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്, 93 തന്നെ വരും. 3 വർഷം തന്നെയാണ് കാലാവധി. ഓക്കെ. പിന്നെ പിന്നോക്ക വിഭാഗ സാമ്പത്തിക അവസ്ഥയൊക്കെ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സമ്പന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി കമ്മീഷൻ ചുമതലപ്പെടുത്തുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. മൗലികാവകാശത്തിന് ശേഷം നമ്മൾ ദേശീയ ചിഹ്നങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അവസാനം നമ്മൾ SCERT ബേസ് ചെയ്തിട്ട് കമ്മീഷൻസ് പറഞ്ഞു. SCERTയിലെ പോയിന്റാണ് കമ്മീഷനിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, SCERTയിലെ പോയിന്റ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് 8, 9, 10 ആ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.